ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തേതിൽ ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് മിൽക്ക് കോമ്പൗണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 100 ഗ്രാം അളവിൽ അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാൾട്ടഡ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഉപ്പ് ചേർക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റാക്കി എടുക്കാം. ഇനി അതല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് മെൽറ്റാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഡ്രൈ ആയിട്ടുള്ള വേറെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മെൽറ്റാക്കി എടുത്തില്ല ആ ഒരു ചോക്ലേറ്റ് ഇല്ലേ, അത് ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഹാൻഡ് ബ്ലെൻഡറോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല പോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടൊക്കെ തോന്നും. നമ്മൾ എഗ്ഗൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് 3 എഗ്ഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം 1 ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഓരോന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ബീറ്ററൊന്നും ഇല്ലാത്തവർക്ക് തന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ എഗ്ഗ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് മുട്ടയൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ആക്കി എടുക്കുമ്പോഴേക്കും നല്ല പോലെ ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമില്ലേ നമുക്കിതിലേക്കില്ലേ ബാക്കി ഒരു എഗ്ഗ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ 3 എഗ്ഗും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നല്ലപോലെ ലൂസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചോക്ലേറ്റും ആ ഒരു ഷുഗറൊക്കെ കൂടിയിട്ട് നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മൈദയിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ സാൾട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൈദ കുറച്ചായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്കില്ലേ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ബ്രൗണി ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതൊരു മിക്സ് ആക്കിയിട്ട് വരുന്ന സമയത്തിൽ കുറച്ച് തിക്കായിട്ട് തോന്നും, പ്രശ്നമൊന്നുമില്ല. ബ്രൗണിയുടെ ബാറ്റർ കുറച്ച് തിക്കായിരിക്കും, കേക്കിൻ്റെതുപോലെ നല്ല ലൂസായിരിക്കില്ല കേട്ടോ. കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഇനിയിപ്പോൾ ഇത് അതവിടെ മാറ്റി വെച്ചിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബാറ്റർ ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ടിൻ എടുക്കാം. ഇനിയിപ്പോൾ ഇത് ആ ബാറ്റർ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഒരു എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചോക്ലേറ്റ് ചിപ്സും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രിയിൽ 25 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബ്രൗണി നല്ല പോലെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതെൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് വീണ് പോയിട്ടാണ്, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇനി ചോക്ലേറ്റ് ഗനാഷൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിതിൽ മോൻ്റെ 6 മന്ത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ബ്രൗണിയുടെ ഫൈനൽ ലുക്ക് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.